ഹലോ ഗായ്സ്, നമസ്കാരം. ഇന്ന് ഒരു ടെക്നിക്കൽ ടോപ്പിക്കാണ്. അതായത് അഗ്രസീവ് പ്രഷർ പുള്ളിങ് ഇമ്പാക്ട് ടെക്നോളജി. ഇതൊരു ടെക്നിക്കൽ ടോപ്പിക് ആയതുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി 2 കേസ് സ്റ്റഡി ഞാൻ ഇടുന്നുണ്ട്. ഇനി ഇല്ലെങ്കിൽ പെട്ടെന്ന് സ്ക്രോൾ ചെയ്തിട്ട് വിട്ടോളൂ. ഇത് ഹൈലി പൊട്ടൻഷ്യൽ ആയിട്ടുള്ള പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള തിങ്കിങ് ഇൻഡിവിജ്വൽസിന് വേണ്ടിയിട്ടുള്ള ഒരു ഷോർട്ട് വീഡിയോ ആണ്. അതായത് അഗ്രസീവ് പ്രഷർ പുള്ളിങ് ഇമ്പാക്ട് ടെക്നോളജി. ഇത് നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിലൊക്കെ ഒരുപാട് കാണുന്നുണ്ടെങ്കിലും പെട്ടെന്ന് മനസ്സിലാവണമെങ്കിൽ ഇത് നമ്മുടെ 2 ഞാൻ കേസ് സ്റ്റഡി തരാം. 2 പൊളിറ്റിക്കൽ കേസ് സ്റ്റഡി പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ഐഡിയ കിട്ടും എന്താ സംഭവം എന്നുള്ളത്. അതായത് പൊളിറ്റിക്സിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും. നമ്മുടെ ഒരു നേതാവുണ്ടല്ലോ, 2 ആൾക്കാരുണ്ട്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരാളുണ്ടല്ലോ, ഒരു തടിച്ചുഷാറായിട്ടുള്ള ഒരാൾ, നമ്മുടെ ഐ ഫോർഗോട്ട് ഹിസ് നെയിം മാൻ, വെള്ളാച്ചേരി നമ്പീശൻ. അല്ല സോറി, ദിസ് ഈസ് ലൈക്ക് വെള്ളാപ്പള്ളി നടേശൻ. യെസ്, നടേശൻ സാറ്. രണ്ടാമത് നമ്മുടെ പൂനാട്ടിലെ MLA മിസ്റ്റർ ജോർജ്. ഓക്കെ, അപ്പോൾ ഇവർ 2 പേരുടെയും ഒരു പൊളിറ്റിക്കൽ കേസ് സ്റ്റഡി നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഈ ഒരു അഗ്രസീവ് പ്രഷർ പുള്ളിങ് ഇമ്പാക്ട് ടെക്നോളജി എന്താന്ന് മനസ്സിലാവും. അതായത് ഞാൻ ഇവർ 2 പേരുടെയും എക്സാമ്പിൾ എടുത്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാന്ന് വെച്ചത് കാരണം എന്താണെന്ന് വെച്ചാൽ അധികം ആൾക്കാരും അറൗണ്ട് ഒരു 90% ആൾക്കാരും ഇവർ 2 പേരെയും അങ്ങനെ ഒരു ഇതായിട്ട് കാണും. നല്ലൊരു ഇമേജ് ആയിട്ടില്ലായിരിക്കില്ല വരുന്നത്. അതായത് ഇവർ ചില സമയത്ത് നമ്മുടെ സ്റ്റേജ് കയറി കവലപ്രസംഗങ്ങളിലൊക്കെ വളരെ വൾഗറായിട്ട് അല്ലെങ്കിൽ വളരെ അഗ്രസീവായിട്ട് എതിരാളികളെ ചീത്ത വിളിക്കുകയും അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ പാർട്ടീസിനെ ആയാലും അല്ലെങ്കിൽ മീൻസ് ഒരു മതത്തിൻ്റെ ആയാലും വ്യക്തികളെ ആയാലും ഒക്കെ ഇവർ വളരെ അഗ്രസീവായിട്ട് അറ്റാക്ക് ചെയ്യുന്നതാണ്. ശരിക്കും വെച്ചാൽ നമ്മൾ പറഞ്ഞ ഈ നമ്പീശൻ സാറും നമ്മളെ ജോർജ് സാറൊക്കെ ശരിക്കും നല്ല പാവങ്ങളായ ആൾക്കാരാണ്. പാവം മനസ്സുള്ള കുട്ടികളുടെ മനസ്സുള്ള ആൾക്കാരാണ്. പക്ഷേ ഇവരവിടെ ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജിയാണ് ഇവരെ പ്രോബ്ലത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. അതായത് ഞാനീ പറഞ്ഞ അഗ്രസീവ് പ്രഷർ പുള്ളിങ് ഇമ്പാക്ട് ടെക്നോളജിയാണ് ഇവർ യൂസ് ചെയ്യുന്നത്. അതായത് ഇവരുടെ കയ്യിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. അതിനേക്കാളും മുമ്പായിട്ട് ഇത് പെട്ടെന്ന് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ പറഞ്ഞ ആൾക്കാരെ നിങ്ങൾ ഒരു അലമ്പ് രാഷ്ട്രീയക്കാരായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ സമുദായ നേതാക്കളായിട്ടോ അല്ലെങ്കിൽ മീൻസ് ഒരു ഇതിൻ്റെ സംഘടനയുടെ നേതാക്കളായിട്ട് കാണാതെ ഇവരെ നിങ്ങൾ നമ്മുടെ ഒരു കമ്പനിയുടെ സെയിൽസ് മാനേജറായിട്ടൊന്ന് ചിന്തിച്ച് നോക്കുക. സെയിൽസ് എക്സിക്യൂട്ടീവ്സ് അല്ല, സെയിൽസിന് ടോപ്പിലുള്ള ആൾ, സെയിൽസ് മാനേജർ. അപ്പോൾ ഒരു സെയിൽസ് പ്രൊഡക്റ്റിന്, ഒരു സാധനത്തിന് ചിലവ് കുറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എന്താ ചെയ്യുന്നത്? സെയിൽസ് മാനേജർ ഒരു മീറ്റിംഗ് വിളിക്കും, ടീം മീറ്റിംഗ്. ഈ ടീം മീറ്റിങ്ങിൽ എന്താണ് സെയിൽസ് മാനേജർ പറയുന്നത്? മക്കളെ, സാധനം തീരെ പോകുന്നില്ല, നിങ്ങളെല്ലാവരും ഒന്ന് ഉഷാറായിട്ട് സംഭവം പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് മാർക്കറ്റിൽ പ്രൊഡക്റ്റ് പെട്ടെന്ന് സെയിലാക്കണം എന്ന് പറയും, അല്ലേ? അപ്പോൾ നമ്മൾ ഈ ജോർജ് സാറിനെയും ഈ നമ്മുടെ നമ്പീശൻ നടേശൻ, ഇയാളെ പേരിങ്ങനെ മാറിപ്പോന്നപ്പോൾ ഈ നടേശൻ സാറിനെയൊക്കെ നിങ്ങൾ നല്ലൊരു സെയിൽസ് മാനേജറായിട്ട് ചിന്തിച്ച് നോക്കുക. ഇവരുടെ കയ്യിൽ ഈ നമ്മുടെ പറഞ്ഞിരിക്കുന്ന ജോർജ് സാറിൻ്റെയും നമ്പീശൻ സാറിൻ്റെയും കയ്യിൽ പ്രൊഡക്റ്റ് ഉണ്ട്. ഓക്കെ, പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ അവരൊരു ഐഡിയോളജിയോ അല്ലെങ്കിൽ അവരുടെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഐഡിയോളജിയോ അല്ലെങ്കിൽ അവരുടെ സമുദായത്തിൻ്റെ എന്തൊരു സാധനം അവരുടെ കയ്യിലുണ്ട്, ഒരു പ്രൊഡക്റ്റ്. ഈ സാധനം ആർക്കും വേണ്ട. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ സെയിൽസ് മാനേജർ എന്താ ചെയ്യുന്നത്? സെയിൽസ് മീറ്റിംഗ് വിളിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇവരിങ്ങനെ മീറ്റിംഗ് വിളിച്ചിട്ട് പൊളിറ്റിക്കൽ ഗ്യാതറിംഗ് അല്ലെങ്കിൽ മീറ്റിംഗ് വെച്ചിട്ട് പറയാണ്, എടുത്തോളൂ, നല്ല പ്രൊഡക്റ്റാണ്, നല്ല സാധനമാണ്, നിങ്ങൾക്കൊക്കെ നല്ലോണം യൂസ് ചെയ്ത്. അപ്പോൾ ജനങ്ങൾ പറയാണ്, എൻ്റെ പൊന്നു സാറേ, ഞങ്ങൾക്ക് വേണ്ട ഇത്, പ്ലീസ് ഇത് വേണ്ട എനിട്ടാ. അപ്പോൾ ഈ സെയിൽസ് മാനേജർ അഥവാ നമ്മുടെ ഈ 2 ജോർജ് സാറും മറ്റേ ഇവരൊക്കെ ചിന്തിക്കുകയാണ്. എന്താ ചിന്തിക്കുന്നത്? ഓ മൈ ഗോഡ്, എൻ്റെ സാമാനം പഴയതുപോലെ പോകുന്നില്ല, ആൾക്കാർ എടുക്കുന്നില്ല. സോ ഞാൻ വളരെ ഐഡിയ ഉപയോഗിച്ച് അല്ലെങ്കിൽ എൻ്റെ പ്ലാൻ പണിയിട്ട് ഞാൻ ചെയ്യണേന്, എന്നാലേ ആൾക്കാർ എൻ്റെ ഈ പ്രൊഡക്റ്റ് എടുക്കൂ, അല്ലെങ്കിൽ എൻ്റെ ഈ ഐഡിയോളജി, എൻ്റെ ഈ പൊളിറ്റിക്സ് ആൾക്കാർക്ക് വിൽക്കണം, ചിലവാക്കണം. അപ്പോൾ അങ്ങനെ ആ സെയിൽസ് മാനേജർ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കിൻ്റെ ഭാഗമാണ് ഞാനീ പറഞ്ഞ അഗ്രസീവ് പ്രഷർ പുള്ളിങ് ഇമ്പാക്ട് ടെക്നോളജി. ഈ ടെക്നോളജിയുടെ ഭാഗമായിട്ടാണ് ഇവർ സ്റ്റേജ് കെട്ടിയിട്ട് അങ്ങ് തെറി വിളിക്കുക. അതാ ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവർ പറയാ പിണറായി വിജയൻ കള്ളനാണ്, എതിരാളികളെ ചീത്ത വിളിക്കുക, അല്ലെ പറയാ ഇന്ന സമുദായം കള്ളന്മാരാണ്,
ഇന്ന് സമുദായത്തിലെ ആൾക്കാർ എല്ലാ ആനുകൂല്യങ്ങളും കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ മറ്റവൻ ഇത് കൊണ്ടുപോകുന്നു, മറിച്ച് ചെയ്ത് കൊണ്ടുപോകുന്നു, അങ്ങനെ അഗ്രസീവായിട്ട് പ്രഷർ പുള്ള് ചെയ്യുക. അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും അറിയോ? ഇവരെ കൂടെയുള്ള ആൾക്കാർ ഇവരെ സാധനത്തിൻ്റെ മേന്മ കൊണ്ടോ പ്രൊഡക്റ്റിൻ്റെ ഗുണം കൊണ്ടോ സാധനം എടുക്കുന്നില്ല. എന്നാലോ ചില മനുഷ്യൻ്റെ ഒരു സൈക്കോളജിയാണത്. മറ്റുള്ള ആളുടെ എതിർദിശയിലുള്ള ആളുടെ പ്രൊഡക്റ്റിനെ ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ കൂടെ നിൽക്കുന്ന ആൾക്കൊരു ആശ്വാസം ഉണ്ട്. കുഴപ്പമില്ല, കൊള്ളാം, നമ്മുടെ നേതാവ് അല്ലെങ്കിൽ സെയിൽസ് മാനേജർ ഉഷാറാണ്, അദ്ദേഹം ഒന്നുമില്ലെങ്കിലും അപ്പുറത്തെ പ്രൊഡക്റ്റിനെ ചീത്ത വിളിക്കുന്നുണ്ട്. അപ്പം അത് കണ്ട് ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ടാവാം. അപ്പോൾ അവർക്കുള്ള ഒരു സാറ്റിസ്ഫാക്ഷനുമായി ഇനി നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഗുണം കൊണ്ടല്ലെങ്കിലും മറ്റുള്ളവൻ്റെ പ്രൊഡക്റ്റിൻ്റെ ഗുണക്കേട് അല്ലെങ്കിൽ അതിൻ്റെ മേന്മയില്ലായ്മ പറഞ്ഞിട്ടെങ്കിലും നമ്മുടെ കൂടെയുള്ള ആൾ നമ്മുടെ കൂടെ നിൽക്കട്ടെ എന്നുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഞാനീ പറഞ്ഞ അഗ്രസീവ് പ്രഷർ പുള്ളിങ് ഇമ്പാക്റ്റ് ടെക്നോളജി. അപ്പോൾ നിങ്ങൾ ഇതാണ് ഇത്ര വലിയ കാര്യം. അതെ, ഇത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിലും ഒരുപാട് ആൾക്കാർ പല സ്ഥലങ്ങളിലും അപ്ലൈ ചെയ്യും. പക്ഷേ വളരെ സൂക്ഷിച്ച് അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് തന്നെ വിനയാകുന്ന ഒരു ടെക്നോളജിയാണ് അഗ്രസീവ് പ്രഷർ പുള്ളിങ് ഇമ്പാക്റ്റ് ടെക്നോളജി. ഓക്കെ ഗായ്സ്, എന്നാൽ പിന്നെ ഓക്കെ, സലാം.